നിങ്ങളുടെ +1 ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് 2 മാസം കഴിയാനായി. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ മക്കളെ, നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. എങ്ങനെയുണ്ട് +1? നിങ്ങൾ +1 ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ 2 മാസത്തിനിടയ്ക്ക് നിങ്ങൾക്ക് എന്താണ് +1നെ കുറിച്ച് തോന്നുന്നത്? എന്താണ് SSLCയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ +1ൻ്റെ അവസ്ഥ? യെസ്, ഇനിയും നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ, ഇനിയും നിങ്ങൾ പഠിക്കാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ +1 പബ്ലിക് എക്സാം ആകെ താളം തരുന്നതാണ് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ വരാൻ പോകുന്നതാണ്. +1 ടഫാണ്, കുറച്ചധികം പഠിക്കാനുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ലേ. സോ +1 സെറ്റ് ആക്കണമെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സൊല്യൂഷൻ. സോ നിങ്ങൾ ചെയ്യുന്ന കാര്യം, +1ൻ്റെ കണ്ടന്റിൽ SSLCയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ +1ൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ കമ്പയറിംഗ് ടു SSLC എത്രയാടാ, ഒരു 3 ഇരട്ടിയെങ്കിലും എന്തുണ്ട് +1 കണ്ടന്റ് ഉണ്ട്. അത് നിങ്ങൾ കൊമേഴ്സ് ആണെങ്കിലും നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും SSLCയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ +1ൻ്റെ കണ്ടന്റ് 3 ഇരട്ടിയാണ്. അപ്പോൾ നിങ്ങൾ SSLCയിൽ പഠിക്കാനിരുന്ന പോലെ ഒരിക്കലും എന്ത് ചെയ്യരുത്, +1ന് പഠിക്കാനിരിക്കരുത്. എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയാനുള്ളത് അതാണ്. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, SSLCയിൽ പഠിക്കാനിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ SSLCക്ക് അവസാന നിമിഷങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെച്ച പോലെ ഒരിക്കലും എന്ത് ചെയ്യരുത്, +1ന് മാറ്റി വെക്കരുത്. കാരണം കണ്ടന്റ് ഈസ് വാസ്റ്റ് ആൻഡ് വൈഡ് ബിയോണ്ട് അവർ ഇമാജിനേഷനാണ്. നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമാണ് +1ൻ്റെ കണ്ടന്റ്. സോ സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, +1 സെറ്റ് ആക്കാൻ പറ്റുള്ളൂ. രണ്ടാമത് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യം അല്ലേ. പല കുട്ടികൾ, നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ പറയാറുണ്ട് +1 മാർക്ക് കുറഞ്ഞാൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതി സെറ്റ് ആക്കാമെന്ന്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങളുടെ +1ൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എപ്പോഴാണ്, +2 പബ്ലിക് എക്സാമിൻ്റെ കൂടെയാണ്. ഏറ്റവും അവസാനം വന്നിട്ടുള്ള ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് +1 ഇമ്പ്രൂവ്മെൻറ്റ് ആരെ കൂടെയാണ്, +2 പബ്ലിക് എക്സാമിൻ്റെ കൂടെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ +1 ഇപ്പോൾ ബിസിനസ് അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ എന്താണ് നിങ്ങൾക്ക് 100ൽ ഒരു 70 മാർക്കൊക്കെ കിട്ടിയത്, നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ ആ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ എപ്പോൾ എഴുതുക, നിങ്ങൾ +2 പഠിക്കുമ്പോൾ പബ്ലിക് എക്സാമിന് കൂടെ എഴുതാം. അപ്പോൾ നിങ്ങൾ എന്താ സംഭവിക്കുക, പബ്ലിക് എക്സാമിനുള്ള +2ലെ വിഷയങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പഠിക്കാൻ സാധിക്കില്ല. പിന്നെയും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ നിങ്ങൾക്ക് +1ൽ മാർക്ക് കുറഞ്ഞാൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ് ഇത് സെറ്റാക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് നടക്കുക നിങ്ങളുടെ +2ൻ്റെ പബ്ലിക് എക്സാമിന് കൂടെയാണ്. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റും ആലോചിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇപ്പം പഠിക്കാതിരിക്കരുത്. നിങ്ങൾ ഇപ്പം തന്നെ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുക, 3 മണിക്കൂർ പഠിക്കാതിരിക്കുക. പിന്നെ അടുത്തൊരു വ്യത്യാസം, SSLC വെച്ച് നോക്കുമ്പോൾ SSLC ഗ്രേഡിലാണ്, നമ്മുടെ +1 എന്താണ്, മാർക്കിലാണ്. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 97%, 96%. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ +2ൻ്റെയും +1ൻ്റെയും മാർക്ക് കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ഗ്രേഡ് കാർഡാണ് നിങ്ങൾക്ക് കിട്ടുക അല്ലേ. +1നും +2നും കൂടി കൂട്ടിച്ചേർത്ത് 1200 നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നാ നോക്കുക. അപ്പോൾ +2ൻ്റെ മാർക്കിൻ്റെ കൂടെ +1ൻ്റെ മാർക്കും എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണം, ഈ +1ന് നല്ല മാർക്ക് വാങ്ങണം, അതേപോലെ +2ന് നല്ല മാർക്ക് ആണോ. അപ്പോൾ ഗ്രേഡ് അല്ല, മാർക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രയത്നിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്, മാർക്കിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ പ്രയത്നിക്കേണ്ടത് മാർക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മാർക്കിന് വേണ്ടി നന്നായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ദിവസവും ഒരു 3 മണിക്കൂറെങ്കിലും പഠനത്തിനായിട്ട് മാറ്റി വെച്ചാലേ ശരിയാവുള്ളൂ. സോ ഹാവ് ടു സ്കോർ ഫുൾ മാർക്ക് അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യണം, ഫുൾ മാർക്ക് വാങ്ങണം. അതേപോലെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, +1 ആളുകൾ തോൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്താ മക്കൾ അതിനുള്ള കാരണം? അതായത് നിങ്ങൾ 80 മാർക്കിന് ഒരു പരീക്ഷ എഴുതുമ്പോൾ അതിൽ 24 മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങണം. ശ്രദ്ധിക്കണേ, 80ൽ 24 മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാസ്സാവാൻ പറ്റുള്ളൂ. 80ൽ 24 മാർക്ക് വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. അപ്പോൾ എഴുതി 24 മാർക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് എന്താണ്, ഒരു 4 ക്വസ്റ്റ്യനെങ്കിൽ 8 ക്വസ്റ്റ്യനെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ശരിയാക്കി ആൻസർ ചെയ്തണ്ടേ. അപ്പോൾ പഠിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, +1ൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺ, SSLC പോലെയല്ല +1ൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ, കുറേ ഡീപ്പായിട്ട് ഇൻഡയറക്റ്റ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, +1ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എവിടെയുണ്ട്, +1ലുണ്ട് അല്ലേ. നിങ്ങൾ SSLC കഴിഞ്ഞ് നേരെ +1ലേക്ക് എത്തിയ കുട്ടികളുടെ പ്രധാന പ്രശ്നങ്ങൾ എന്താ, ഒന്ന് കണ്ടന്റാണ്. SSLCയെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്. രണ്ടാമത്തത് ഗ്രേഡ് അല്ല, മാർക്കാണ് നിങ്ങളെ തേടി എത്തുന്നത്. അടുത്തത് ഇനിയിപ്പോൾ +1ൽ മാർക്ക് കുറഞ്ഞ് ഇമ്പ്രൂവ് ചെയ്ത് മാർക്ക് കൂട്ടാന്ന് വിചാരിച്ചാൽ ഇത് +2ൻ്റെ പബ്ലിക് എക്സാമിൻ്റെ കൂടെയാണ്. പിന്നെ എല്ലാ വിഷയത്തിലും മിനിമം മാർക്ക് വാങ്ങിയാൽ മാത്രമേ നമുക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല ക്വസ്റ്റ്യൻ പാറ്റേണിലെ ഡിഫറൻസ്. ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾ +1 നേരിടുമ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ എന്താടാ? ഇനിയും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? ഒന്ന്, നിങ്ങൾ എന്ത് ചെയ്യണം, PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലേ, മിനിമം ഒരു 5 കൊല്ലത്തെയെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, റെഫർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത് എന്താണ്, ഡെയിലി 3 hours 3 മണിക്കൂർ നിങ്ങൾ പഠിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഓർത്തല്ലോ, ക്വസ്റ്റ്യൻ പാറ്റേണിൽ മാറ്റമുണ്ട്, കണ്ടന്റിൽ മാറ്റമുണ്ട്, എല്ലാത്തിലും മാറ്റമുണ്ട്. അപ്പോൾ നിങ്ങൾ ദിവസവും 3 മണിക്കൂറെങ്കിലും മിനിമം പഠിക്കാനായിട്ട് മാറ്റി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് +1ൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയും നിങ്ങൾ ആരെയാടാ കാത്തിരിക്കുന്നത്? +1ൽ ഒരു മിറാക്കിളൊന്നും സംഭവിക്കില്ല. നിങ്ങളൊരു മജീഷ്യനുമല്ല, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്. സോ നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതിനായിട്ട് നിങ്ങൾക്ക് PYQ റെഫർ ചെയ്യണം, ഡെയിലി 3 മണിക്കൂർ പഠിക്കണം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ ഒരു സെൽഫ് മെയ്ഡ് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കണം. നിങ്ങൾ തന്നെ പഠിക്കുന്നതിനെ കൂടെ ചെറുതായിട്ട് എന്ത് ചെയ്യുക, ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി എടുക്കുക. ഈ 3 രീതിയിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നന്നായിട്ട് +1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ PYQ റെഫർ ചെയ്യണം, എന്ത് ചെയ്യണം, ഡെയിലി 3 hours മിനിമം പഠിക്കണം. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു ഷോർട്ട് നോട്ട് കൂടി പ്രിപ്പയർ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് +1 നല്ല അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഇനിയും നിങ്ങൾ ആരെയും കാത്തിരിക്കരുത്. ഇപ്പം തന്നെ 2 മാസം കടന്നുപോയി. ഇനി സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം, മോഡൽ എക്സാം, പബ്ലിക് എക്സാം ഒക്കെ നടക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കണ്ടന്റ് വേണം. ക്വസ്റ്റ്യൻ കണ്ടാൽ ആൻസർ എഴുതാൻ പറ്റണം. അതിനായിട്ട് ഈ കാര്യങ്ങൾ റെഫർ ചെയ്യണം. അതിൽ ഒരുപാട് കുട്ടികളുടെ ഡൗട്ടാണ് ഈ PYQs എവിടെ കിട്ടും. PYQs ഓൾറെഡി എജ്യൂപോഡിൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ്, പക്ഷെ അത് പെയ്ഡ് സ്റ്റുഡൻസിന് മാത്രമേ കിട്ടുകയുള്ളൂ. സോ നിങ്ങൾക്ക് എജ്യൂപോഡിൻ്റെ പെയ്ഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 9207-9988-55 എന്ന നമ്പറിൽ എന്ത് ചെയ്യുക, ഒന്ന് കോൺടാക്ട് ചെയ്യട്ടോ. 9207-9988-55 എന്ന നമ്പറിൽ എന്ത് ചെയ്യുക, ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എജ്യൂപോഡിൻ്റെ പെയ്ഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈനായിട്ട് സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഒരുപാട് PYQ കാണാൻ പറ്റും കേട്ടോ. ആ PYQ റെഫർ ചെയ്ത് മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കാനിരിക്കുന്നു. അതിൻ്റെ കൂടെ നിങ്ങൾ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് +1 ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. അപ്പം നാളേക്ക് മാറ്റി വെക്കാതെ ഇന്ന് ഇപ്പോൾ ഈ സമയം പഠിക്കുന്നുള്ളൊരു ബോധം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. റെഡിയല്ലേ? ഒന്നും നാളേക്ക് മാറ്റി വെക്കരുത്. നമ്മൾ മടിയന്മാരല്ല, നമ്മൾ അധ്വാനിക്കുന്നവരാണ്. നാളേക്ക് മാറ്റി വെച്ചാൽ പിന്നെ അത് മറ്റന്നാളത്തേക്ക് മാറ്റി വെക്കും, അതിൻ്റെ പിറ്റേന്നത്തേക്ക് മാറ്റി വെക്കും. സോ ഇന്ന് ഇപ്പോൾ ഈ സമയം നമ്മൾ ചെയ്യുമെന്നുള്ള ഒരു ചിന്തയിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ഇരിക്കുക. ബാക്കിയൊക്കെ നമുക്ക് ഇനി ഓരോരോ സ്റ്റഡി ടിപ്പായിട്ട് നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യും. അതിനു മുമ്പ് നിങ്ങൾക്ക് പഠന സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് കാര്യത്തിന് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏതൊരു കാര്യം കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചേർത്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ് ഫ്രോം എജ്യൂപോഡ് +1 Commerce and Humanities. ബൈ.